സ്വാഗതം. കോക്രോച്ച് പാർട്ടിയുടെ അധ്യക്ഷൻ അഭിജിത് ദീപ്കെ യുഎസിൽ നിന്ന് ഡൽഹി എയർപോർട്ടിലെത്തി നേരെ പോയത് ജന്തർ മന്ദറിലേക്കാണ്. ഓൺലൈനിൽ പാർട്ടിക്ക് ലഭിച്ച പിന്തുണ പക്ഷേ അത്ര കണ്ട് ജന്തർ മന്ദറിൽ കണ്ടില്ല. പൂക്കളും പുസ്തകങ്ങളും ഭരണഘടനയുമായി എത്തിയ സമരക്കാർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. പാറ്റകളുടെ ആദ്യ പ്രത്യക്ഷ സമരം വിജയം കണ്ടോ? പാറ്റകൾ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തിയോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CJP അനുകൂലി ജോബിൻ ജേക്കബ്, യൂത്ത് കോൺഗ്രസ് വക്താവ് മുഹമ്മദ് ഷമാസ്, ഐസ ആക്ടിവിസ്റ്റ് അഖില, ഡോക്ടർ നിമീഷ് ജോസഫ് എന്നിവർ. ആദ്യം അഖിലയിലേക്ക്. അഖില, ഇന്നത്തെ സമരം നിങ്ങൾ ഓൺലൈനിൽ സൃഷ്ടിച്ച ആ ഒരു വിസ്മയം മണ്ണിൽ സൃഷ്ടിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഓൺലൈനിൽ സൃഷ്ടിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് ഫോളോവേഴ്സിൻ്റെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഫോളോവേഴ്സിൻ്റെ എണ്ണമാണെങ്കിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സോഷ്യൽ മീഡിയ ആണ്, അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലത്ത് ലൊക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഞാനൊരു ഐസ ആക്ടിവിസ്റ്റാണ്. ഡൽഹിയിൽ JNUവിൽ പ്രവർത്തിക്കുന്ന JNU യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ഐസ ആക്ടിവിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ ചെന്നെത്താൻ പറ്റിയ അത്രയും ആളുകൾ ചെന്നെത്തുകയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് ജന്തർ മന്ദറിൽ കൂടുന്നു. സ്റ്റുഡൻസ്, അതായത് യുവതലമുറ ഇത്രയും ഇറങ്ങി ജന്തർ മന്ദറിൽ വരുന്നത് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിലുണ്ടായ സപ്പോർട്ട്? അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോയിങ് എന്ന് പറയുന്നത് മില്യൺസിലാണ് നിൽക്കുന്നത്. അത് മില്യൺസ് നിൽക്കുന്നത് അത് സോഷ്യൽ മീഡിയ ആയിട്ട്. പിന്നെ നമ്മളിതിനെ ഇതിനെല്ലാം വളരെ ഡിഫറെൻറ്റ് സ്പേസുകളായിട്ട് കണ്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു മെയിൻ പോയിന്റ്. അത് തന്നെയാണ്. അവിടുന്ന് നമുക്ക് തുടങ്ങാം. ശരി, ഞാൻ അഖിലേക്ക് വരാം. നിമീഷ് ജോസഫ്, CJP ഓൺലൈനിൽ ഒരു പാരഡി പോലെയോ ഒരു സറ്റയർ പോലെയൊക്കെയാണ് തുടങ്ങിയത്. പക്ഷേ അവർ ഉന്നയിച്ച വിഷയങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതായിരുന്നു. അങ്ങനെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ പ്രശ്നം ഈ ജെൻസി സ്റ്റുഡൻസ് ഉന്നയിക്കുക. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞപ്പോൾ ഐസയെ പോലെ, അഖിലയുടെ സംഘടനയെ പോലെ അത് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിലൊന്നും ഇല്ലാത്ത യുവാക്കളായിരിക്കാം ഒരു പക്ഷേ അവരെ ഓൺലൈനിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അവരോടാണ് ഇറങ്ങി വരാൻ ഈ അഭിജിത് ദീപ്കെ ആവശ്യപ്പെട്ടത്. അവരെത്ര മാത്രം ഇറങ്ങി വന്നിട്ടുണ്ട്? ഇപ്പോൾ ഐസ പോലെ സ്റ്റുഡൻസ് ഫെഡറേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാകാം, അവരുടെ ആളുകൾ എത്തിയിട്ടുണ്ടാകാം. പക്ഷെ അവരുടെ ഒരു ടാർഗറ്റഡ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഈ അഭിജിത് ദീപ്കെ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ്, അവരെത്രമാത്രം അതിൽ പങ്കാളികളായിരുന്നു? ഒരുപക്ഷെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ എല്ലാ ന്യൂസും റിപ്പോർട്ടേഴ്സ് എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ അവർ കണ്ടിരിക്കുന്ന ആ സംഭവം 22+ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു സംഭവത്തിന് ഗ്രൗണ്ട്സിലെത്തിയപ്പോൾ പ്രോബബ്ലി അവർ ഒരു 1000 അല്ലെങ്കിൽ ഒരു 1500 ഒക്കെ ക്രൗഡിന്റെ സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പക്ഷെ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ആ മൂവ്മെന്റിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഐസയിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതുപോലെ SFIയിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പല NSUIയിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പല ഗ്രൂപ്പ്സിലും പെട്ട സ്റ്റുഡൻസ് ഒരുപാട് പേരും ഉണ്ടായിരുന്നു. പിന്നെ ഈ കാലത്തും എനിക്ക് തോന്നുന്നു ഒരു നല്ല മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടും ആശയമൊക്കെ ഉണ്ട് അവരുടെ ഇടയിലും. അപ്പൊ അവര് അലൈൻഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല അതിന്റെ കാര്യം വരുന്നത്. അവർ ഒരു ആശയത്തോടെ അവിടെ മേജറായിട്ട് നടന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ റെസിഗ്നേഷന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. അപ്പൊ അത്രയും പേര് ആ വെയിലത്ത് അവിടെ എത്തുക എന്നുള്ളത് ഒന്നാമത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡൽഹിയിൽ ഇപ്പോൾ 40 സെൽഷ്യസിനോട് അടുത്താണ് ഇപ്പോഴത്തെ ഇന്ന് ഉച്ച സമയത്ത് ടെമ്പറേച്ചർ. അപ്പൊ ആ സമയത്ത് അവിടെ എത്തി പ്രൊട്ടസ്റ്റ് ചെയ്യുക, ആ വെയിലത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിൽ കൂടെ ഒരുപാട് പേര് എത്തി എന്ന് പറഞ്ഞാൽ മറ്റ് സംഘടനകൾ ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം.
ഒരുപാട് പേരെത്തി. പക്ഷെ കുറെ സ്റ്റുഡൻസ് ഉണ്ട് ഒരു നോൺ പൊളിറ്റിക്കൽ മൂവ്മെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നവർ. കാരണം അവർക്കറിയാം അവർ ഒരു പക്ഷേ ഇന്ന് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം, നാളെ BJP സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് ലെഫ്റ്റിന് സപ്പോർട്ട് ചെയ്തവരായിരിക്കാം. അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് ഓപ്ഷൻസ് ഒപ്പീനിയൻ പ്രകാരം സ്വിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ ജഡ്ജ് ചെയ്തുകൊണ്ട് സ്വിച്ച് ചെയ്യുന്നത് ഐഡിയോളജി ബേസ്ഡ് ആയിരിക്കില്ല. പക്ഷെ പ്രോബബ്ലി അവര് ആ വ്യക്തികളെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കണ്ടുകൊണ്ടോ അവർ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്പേസ് വേണമായിരുന്നു. അങ്ങനത്തെ ഉള്ള ഒരു സ്പേസ് ഈ പറഞ്ഞിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഓഫർ ചെയ്തു. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി താല്പര്യമുള്ളവരെല്ലാം വന്നു, താല്പര്യമുള്ളവർ വന്നു, അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു, അവരവരുടെ അഭിപ്രായങ്ങൾ വെച്ചു. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ആശയമാണ്. ദീപ് കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് അവസാനിക്കുകയല്ല, ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ എന്നാണ് ദീപ് കെ പറഞ്ഞത്. അപ്പൊ നമുക്കത് ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജാഗ്രതയോടെ തന്നെ നമുക്ക് കാണാം. കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ മുമ്പ് നടന്നിരിക്കുന്ന ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇന്ന് സോനം വാങ്ചുക്ക് വന്നപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിന് അത് വലിയ കാര്യമായിട്ട് തോന്നി. കാരണം എല്ലാവർക്കും അറിയാം സോനം വാങ്ചുക്കിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത്. ഒരു വശത്ത് ക്രിറ്റിസിസംസ് വേറെ ഉണ്ട്, പക്ഷെ ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കരിസ്മാറ്റിക് ഫിഗർ ആണ് പുള്ളി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾ ഒരു നല്ല പറ്റം കുട്ടികളോടും ഇന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. അവർ വിളിച്ചത് ഇങ്ങനെയാണ്, ദേശ് കാ ശിക്ഷാ മന്ത്രി കേസാ ഹോ, സോനം വാങ്ചുക് ജേസാ ഹോ. സോനം വാങ്ചുക്കിനെ പോലെയുള്ളവർ ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് അവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം പേരും, അത് പൊളിറ്റിക്കൽ സ്റ്റാൻസിന് അപ്പുറത്താണ് അവർ അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അതൊരു സാമൂഹിക മുന്നേറ്റമായിട്ട് ഇന്നത്തെ ഭരണകൂടത്തിലുള്ള എഡ്യൂക്കേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സാമൂഹിക മുന്നേറ്റമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സെറ്റാറായിട്ട് സ്റ്റാർട്ട് ചെയ്തു, സെറ്റാറായിട്ടാണ് ജെൻസിയുടെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സീരിയസ് ആയി എത്രമാത്രം പോകുമെന്ന് നമുക്ക് നോക്കാം. ശരി, മുഹമ്മദ് ഷമാസ്, ഈ ഇന്നത്തെ പ്രൊട്ടസ്റ്റിൽ ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകളോടൊപ്പം തന്നെ NSUവിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നതായിട്ട് അഖില പറയുന്നുണ്ട്. NSU അവരെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസ് പൊതുവെ അതേക്കുറിച്ചൊരു കരുതലോടെയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് തോന്നുന്നുണ്ട്. ഈവൻ രാഹുൽ ഗാന്ധി പോലും ഈ ഒരു മൂവ്മെൻറ്റിനെ പിന്തുണയ്ക്കുമ്പോൾ പോലും, മൂവ്മെൻറ്റിൻ്റെ കോസിനെ പിന്തുണയ്ക്കുമ്പോൾ പോലും അതിൽ നിന്നൊരു ബോധപൂർവമായ അകലം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷം. എന്തുകൊണ്ടാകും അത്? അജിംസിയുടെ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ രാജ്യം ഒരുപക്ഷെ സമീപകാലത്തു നിന്നല്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധങ്ങളും സമരങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകളും എല്ലാം നടക്കുന്നത്. അതിനെ അജിംസിയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും നോക്കിക്കാണുന്നത്. ഈ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഒരു പ്രതിസന്ധി നേരിടുന്നു. അതിനെതിരെ ഈ പറയപ്പെട്ട CJP എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഉയർന്നു വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയല്ല. അവിചാരിതമായി തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ഉദയം ചെയ്യുന്നത്. പിന്നീട് എന്തോ ഭരണകൂടം, ഈ രാജ്യം ഭരിക്കുന്ന BJPയും സംഘപരിവാർ ഗവൺമെൻറ്റും അത് വളരെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന സാഹചര്യങ്ങളുണ്ടായി. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ പറയപ്പെട്ട CJPയുമായി ബന്ധപ്പെട്ട എക്സ് അക്കൗണ്ടുകൾ പൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്തെ മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള വലിയൊരു യുവ തലമുറയുടെ ഒരു പിന്തുണ ഈ മൂവ്മെന്റിന് കിട്ടുന്നു എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഉയർത്തുന്ന ആ മുദ്രാവാക്യം പൊതുവിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ വളരെ കരുതലോടുകൂടി തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ ഈ ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം മൂവ്മെന്റുകളിലൊക്കെ ചില നുഴഞ്ഞുകയറ്റക്കാരുണ്ടാകാം. അങ്ങനെയുള്ള ഒരൊറ്റയടിക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രം കൃത്യമായി ഇവരുന്നയിക്കുന്ന മുദ്രാവാക്യത്തോട് യോജിക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഇവരുടെ മുന്നോട്ടുള്ള നടപടി. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം ഇന്ന് ജന്തർ മന്ദിറിലേക്ക് എത്തി ഒരു പരസ്യ പ്രതികരണങ്ങളെത്തും പ്രതിഷേധങ്ങളിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിനോടൊക്കെ കരുതലോടുകൂടി തന്നെ പ്രതികരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ പലതരത്തിലുള്ള മൂവ്മെന്റുകളെയും കണ്ടിട്ടുള്ളതും പരിചയിച്ചിട്ടുള്ളതും അത്തരം സാഹചര്യങ്ങളൊക്കെ നേരത്തെ പരിചയമുള്ളതുമായ ഒരു സാഹചര്യത്തിൽ അത് വിലയിരുത്തി കൃത്യമായി പരിശോധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏതൊരു പക്വതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കുന്ന നിലപാടാണ്. ആ നിലപാട് തന്നെയാണ് അങ്ങനെയെങ്കിൽ ആ ഒരു ജാഗ്രതയുടെ കാരണം എന്താണ് ഷമാസ്? അതൊരു നല്ല സ്ട്രാറ്റജിയാണ്, നല്ലതുമാണ്.
ഒരു ഒരു സംഘടനയെ സംബന്ധിച്ച്, ഒരു പാർട്ടിയെ സംബന്ധിച്ച് നല്ലതാണ്. ഈ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങളാ കാണാനുള്ള നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ അതെന്താണ് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യത്ത് ഇത്തരത്തിലുള്ള സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ പോലുള്ള മൂവ്മെൻറ്റുകൾ. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷനൊക്കെ പിന്നെ എന്തായി എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം ഒരു അട്ടിമറി നിങ്ങൾ ഇതിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ചില കാര്യങ്ങൾ ചിലപ്പോൾ മോദി ഗവൺമെന്റിന്റെ ഒരു കാലഘട്ടത്തിലുള്ള അവരുടെ ഒരു രീതിയും അവരുടെ ഒരു സംവിധാനമൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങളെങ്കിലും സംശയത്തോടെ അല്ലാതെ നോക്കിക്കാണാൻ വേണ്ടി കഴിയില്ല. മറ്റെല്ലാ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെയും പരിഹസിച്ച് തള്ളുന്ന അല്ലെങ്കിൽ അതിനെ വളരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യം വ്യത്യസ്തമായി പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇന്ന് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ മറ്റു ചില വശങ്ങളെക്കുറിച്ച് ചിലപ്പോൾ സംശയിച്ചു പോകും. എന്നിരുന്നാൽ ഞങ്ങൾ സതുദ്ദേശത്തോട് തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ എന്നാലും അത്തരം സാധ്യതകളെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നിപ്പോൾ ആ സിറ്റുവേഷനിൽ പോലും ഈ പറഞ്ഞ അവിടത്തേക്ക് ബജറംഗ് ദൾ പ്രവർത്തകർ വരുന്നു. അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെ ഭാവിയിൽ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ശ്രമങ്ങൾ, അത് ഏത് വിധേനയാണ്, എന്താണ് ഇതിന്റെ ഓപ്പറേഷൻസ് എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് കൂടുതൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെ അടിസ്ഥാനപരമായി നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഈ മൂവ്മെന്റ് ഉയർത്തുന്ന വലിയ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിന് മുന്നിൽ തന്നെയാണ് തുടക്കത്തിൽ നമ്മൾ എല്ലാ വിഷയത്തിലും കണ്ടതുപോലെ തന്നെ സംഘപരിവാറും ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും BJP നേതാക്കളും ഒക്കെ ഈ പറഞ്ഞ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകളിലെ ചർച്ചകളിൽ പോലും BJP നേതാക്കൾ വന്ന് ഇവർ രാജ്യത്തിനെതിരായുള്ള ശക്തികളാണ്, ഇവർ വിഘടനവാദികളാണ്, ഇവർ വിദേശ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങളും ഇവർക്ക് പിന്നിൽ വേറെ ചില നിഗൂഢ ശക്തികളാണെന്നൊക്കെയുള്ള പതിവ് ശൈലിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. അതൊരു പരമ്പരാഗത രീതിയായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ നോക്കിക്കണ്ടിട്ടുള്ളൂ. ഇവർ ഉയർത്തുന്ന വിഷയത്തിന്റെ ഗൗരവം അത്ര കണ്ട് വലുതായത് കൊണ്ട് തന്നെയാണ് ഈ മൂവ്മെന്റിനെ പൂർണ്ണമായും ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് ഈ രാജ്യത്ത് 23 ലക്ഷത്തോളം വരുന്ന നിലവിൽ CBSE ഉൾപ്പെടെയുള്ള പരീക്ഷ എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ, നീറ്റ് പരീക്ഷ എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെയും അവരുടെ ജീവിത സാഹചര്യത്തെയും ഉൾപ്പെടെ ബാധിക്കുന്ന ഈ രാജ്യത്ത് നിരവധിയായ രക്ഷിതാക്കളുടെ ആശങ്കയെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ഈ രാജ്യം നേരിടുന്ന കഴിഞ്ഞ കുറെ നാളുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ വിഷയത്തിൽ ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ ഉയർന്നു വന്ന ഒരു സംവിധാനമാണ് CJP എന്നുള്ളത്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ജന്തർ മന്ദറിൽ ഒരുമിച്ച് കൂടിയുള്ള ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഇതിന്റെ മുന്നണി പോരാളികളിൽ നിന്ന് ആളുകൾ ഈ രാജ്യത്തേക്ക് തിരിച്ചു വന്നതിന് എതിർത്ത് നൽകുന്ന സാഹചര്യം ഒന്നും അവർ പോലും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ അത്രത്തോളം ഗൗരവമാണ് ഈ സാഹചര്യം എന്ന ബോധ്യം എല്ലാവരെ സംബന്ധിച്ചുമുണ്ട്. അത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ പറഞ്ഞ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഈ സുപ്രധാനമായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയെ സംബന്ധിച്ച് കേവലം ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുമ്പോൾ, വളരെ നിസ്സംഗമായി അതിനോട് പ്രതികരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറത്തേക്കുള്ള വികാരങ്ങൾ ഉയർന്നു വരും. തീർച്ചയായും ഈ വിഭജന പങ്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്തുകൊണ്ട് ചന്ദ്രമന്ദിൽ കണ്ടില്ല, അവർ ആ വാദത്തെ സ്വാഭാവികമായി അംഗീകരിക്കുന്നു. കാരണം കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിലും വിദേശത്തൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മുദ്രാവാക്യത്തെ പിന്തുണച്ച ആളുകളാണ്. അവരെല്ലാം ഒരുമിച്ച് ഒരേ സമയം അല്ലെങ്കിൽ അതിൽ വലിയൊരു ഭാഗം ഒത്തുകൂടുക എന്നുള്ളത് പ്രായോഗികമായി നടപ്പിലാക്കുന്ന കാര്യമൊന്നുമല്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളാണെങ്കിലും മാസങ്ങളോളമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി നടത്തുന്ന പ്രക്ഷോഭങ്ങളും റാലികളുമുണ്ട്. ഇത് ദിവസങ്ങളുടെ ഒരുക്കത്തിൽ കേവലം മെയ് മാസം പകുതിയോടുകൂടിയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ അക്കൗണ്ട് രൂപപ്പെടുന്നത്. അതിന് പിന്തുണയേറി വരുന്നു. 4-5 ദിവസം കൊണ്ട് കോടിക്കണക്കിന് ആളുകളിലേക്ക് അതിന് പിന്തുണയെത്തുന്നു. അത്തരം എല്ലാ പോസിറ്റീവ് വശങ്ങളും ഞങ്ങൾ വളരെ കരുതലോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ്, അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പറഞ്ഞ മൂവ്മെന്റുകളിലും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ആകെയുള്ള ഇന്റൻഷനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ എല്ലാ തരത്തിലുള്ള പൊതു താല്പര്യത്തെയും അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും ഈ കൂട്ടത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ ഇതിന്റെ നിലവിലെ സാഹചര്യത്തിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ആളുകൾ വഹിക്കുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ പൊതുവായ നന്മക്ക് ഗുണം ചെയ്യുന്ന അഭിപ്രായം തന്നെയാണ് ഈ വിഷയത്തിൽ രേഖപ്പെടുത്താനുള്ളത്. ശരി, ശ്രീ ജോബിൻ ജേക്കബ്, ഇവിടെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഗൗരവമുള്ള പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് വിരമിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരെ രാജ്യസഭാംഗമാക്കരുത്, അത് വേറെ ഭാഷയിലാണ് പറയുന്നതെങ്കിലും അവരുടെ ടോൺ അതാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിച്ചാൽ UAPA ചാർത്തി കേസെടുക്കണം. വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതുവരെ രാജ്യത്ത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കുറെ കൂടി ട്രാക്ഷൻ ജനങ്ങൾക്കിടയിൽ കിട്ടുന്നുണ്ട്, സ്വീകാര്യത കിട്ടുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിനെ പാരഡിയാക്കിക്കൊണ്ട് അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് മറ്റൊരു സറ്റയർ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി വരികയാണ്. എന്തുകൊണ്ടാണ് AIF പോലുള്ള സംഘടനകൾ ഇതിനെ പിന്തുണയ്ക്കുന്നത്?
നോക്കൂ, ഇതൊരു രാഷ്ട്രീയ പിന്തുണ എന്നതിനപ്പുറത്തേക്ക് വിഷയാധിഷ്ഠിതമായ പിന്തുണയാണ് AISFും AIVFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെല്ലാം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സാമൂഹ്യ നവമാധ്യമ കൂട്ടായ്മയോട് സമീപിച്ചിട്ടുള്ളത്. ഇവിടെ അവർ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളുടെ ഗൗരവത്തെ സംബന്ധിച്ച് ഞാനിവിടെ വിശദമായി പറയേണ്ടതില്ല. നമുക്കെല്ലാം അറിയാം, നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അത്. ഇവിടുത്തെ രാജ്യത്തെ ഇടത് പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ നാളുകളായി ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ, യുവജന വിരുദ്ധമായ നയങ്ങൾക്കെതിരായ വലിയ പ്രക്ഷോഭത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഭാഗമായി തന്നെയാണ് ഞങ്ങളും നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് CBSE വിഷയം, പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഏറ്റവും കൂടുതലായി കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള നിലയിലേക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്നത്. നമുക്കറിയാം, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വലിയ മാനസിക സമ്മർദ്ദവും വലിയ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാവി തന്നെ ആശങ്കയിലാകുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 17 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയാണ് CBSE പരീക്ഷ. ഈ കുട്ടികളുടെ എല്ലാം ഭാവി വെച്ചിട്ടാണ് ഈ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ പച്ചയായ ഒരു നയത്തിന്റെ തുറന്ന് കാണിക്കലാണ് നമുക്കിവിടെ എല്ലാം കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മൾ ഇപ്പോൾ 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഈ ഗവൺമെന്റ് നടപ്പാക്കി. ഇതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. അന്നേ നമ്മൾ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണമാണ്, പ്രൈവറ്റൈസേഷൻ ഇവർ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്താ കണ്ടത്? നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ വിലയിട്ട് നിരത്തി വയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ഏജൻസിക്ക് അതിൻ്റെ കരാർ കൊടുക്കുകയും ആ സ്വകാര്യ ഏജൻസിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ പരമ്പരാഗതമായി ഈ നാടിനകത്ത് നിലനിന്നിരുന്ന നിബന്ധനകൾ, കർശനമായ നിബന്ധനകൾ ഇളവ് ചെയ്തു കൊടുക്കുകയാണ്. കാരണം എന്താ? CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തുന്ന ഏജൻസി അവർ അതിനെ വിറ്റുതുലച്ചു. അവർ പ്രതിക്കൂട്ടിലാവാൻ വേണ്ടി പാടില്ല എന്ന് ഈ ഗവൺമെന്റിന് തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ചില ഇളവുകൾ വരുത്തണം, ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിലാണ് അവർ ഈ ഇളവുകൾ വരുത്തിയിട്ടുള്ളത്. നോക്കൂ, നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ആൻസർ ഷീറ്റ് സ്കാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കർശനമായ നിബന്ധന ഈ പറയുന്ന കരാർ എടുക്കുന്ന ഏജൻസിക്ക് വെക്കുമായിരുന്നു. അതിനെ ഇളവ് ചെയ്യുകയാണ്. സ്വന്തം ഡേറ്റാ സെന്റർ വേണമെന്ന വ്യവസ്ഥിതി ഇളവ് ചെയ്യുകയാണ്. സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ അപ്പാടെ അവഗണിച്ചുകൊണ്ടാണ് ഈ കരാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെല്ലാം ഈ കരാർ എടുത്തിട്ടുള്ള കോംറ്റ് എജുടെക് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് കരാർ എടുത്തിട്ടുള്ളത്. അവർ ഇതെല്ലാം ഇതെല്ലാം വിറ്റു തുലയ്ക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ഇളവുകളെല്ലാം വരുത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ തവണയും അതിനു മുൻപ് ഇപ്പോൾ ഞാൻ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികളെ വളരെയധികം അപമാനിക്കുന്ന നിലയിലേക്കുള്ള പരിശോധനകളാണ്, വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രമടക്കം പരിശോധിക്കുന്ന നിലയിലേക്കുള്ള ഏറ്റവും ഹീനമായ നിലയിലേക്കുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറിയ ഒരു ജില്ലയാണ് കൊല്ലം ജില്ല, ഞങ്ങളുടെ ജില്ല. വലിയ പ്രതിഷേധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് AISF അടക്കം ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ഉയർത്തുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമായി രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് AISFും AIYFും എല്ലാം വിഷയാധിഷ്ഠിതമായി തന്നെ ഈ കൂട്ടായ്മയുടെ പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഇന്നിതാ നോക്കൂ, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അവിടെ നടന്ന പ്രതിഷേധത്തിൽ AISFിൻ്റെ എല്ലാവിധമായ പിന്തുണയും AISFിൻ്റെ പ്രവർത്തകർ തന്നെ അണിനിരന്നുകൊണ്ട് ഒരു അഭിവാദ്യ ഐക്യദാർഢ്യ പ്രകടനം തന്നെ നടത്തിക്കൊണ്ട് ഈ
പ്രക്ഷോഭത്തിനാണ്, ഈ പ്രതിഷേധത്തിനാണ് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയ രൂപം ഇപ്പോൾ വന്നിട്ടില്ല. ഇപ്പോൾ CJP എന്ന് പറയുന്ന ഒരു സംവിധാനം രാഷ്ട്രീയപരമായി രൂപപ്പെട്ടു വന്നിട്ടില്ല. അവരും പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫ്രെയിം അവർക്ക് വന്നിട്ടില്ല. പൊളിറ്റിക്കൽ ഫ്രെയിം വരുമ്പോൾ അതിൻ്റെ ഐഡിയോളജി എല്ലാം വരുമ്പോൾ നമുക്ക് അതിനെ രാഷ്ട്രീയപരമായിട്ട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആ നിലയിൽ നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. ശരി ജോബിൻ. ശ്രീ അഖില, നോക്കുക, ഇത് 22 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക്, രാഷ്ട്രീയ പാർട്ടിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സാണ്. അതിനർത്ഥം എന്താണ്? ആ ഫോളോവേഴ്സിൽ ഒരു വലിയ ശതമാനം പേരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ മോദി കൊള്ളാം, ധർമ്മേന്ദ്ര പ്രധാൻ മോശം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു സാമൂഹ്യ മാധ്യമത്തിലൊരു മൈനോറിറ്റി സംഘടനയുടേതായ ഒരു ട്വീറ്റ് കണ്ടത്, ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അവർ തീർത്തോട്ടെ, നമ്മൾ ഇടപെടണ്ട എന്ന രീതിയിലാണ്. അതായത് ഏതോ സംഘപരിവാർ അനുകൂല ആളുകൾക്കിടയിൽ ധർമ്മേന്ദ്ര പ്രധാൻ നല്ലതാണോ, മോദി നല്ലതാണോ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ പ്രശ്നം തീരും തുടങ്ങിയ വളരെ ലളിതയുക്തിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അവരുടേത് എന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രതികരണങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ ഷമ്മാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ്റെ ഒരു റെപ്ലിക്കയായി മാറുമോ ഇത്? ഇതിൻ്റെ അകത്ത് ഇതെന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന്, അതായത് നമ്മൾ അതിലേക്ക് അതിന് പുറകിലോട്ട് നടക്കുന്ന കുറേ പടികളുണ്ട്. അതായത് നമ്മൾ അതായത് വികസിത് ഭാരത് ശിക്ഷ അധിസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ബില്ല് പാസ്സാക്കുന്നത്, അതിന് മുൻപിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാസ്സാക്കുന്നതും, അത് കഴിഞ്ഞ് UGC ഇക്വിറ്റി റെഗുലേഷൻസ് കൊണ്ടുവരികയും അതിൻ്റെ മുകളിൽ സ്റ്റേ കൊണ്ടുവരികയും അത് സ്റ്റേ മാറ്റി ഇനാക്ട്മെൻറ്റ് ഓഫ് രോഹിത് വെമുല ആക്ട് എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച ഏത് യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ പ്രതിഷേധം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ പോലീസിൻ്റേതായ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അറസ്റ്റുകളും FIRകളും തിഹാർ ജയിൽ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എത്തി നിൽക്കുന്നത് ഇതിനൊരു രാഷ്ട്രീയമായ ഒരു ബാക്കിംഗ് ഇല്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ഇതില്ല നമ്മൾ, അതായത് ഐസ എന്നത് CPI MLൻ്റെ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനാണ്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സപ്പോർട്ടിൻ്റെ പ്രധാന കാരണം നമുക്ക് അറിയാം, അതായത് ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ റെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക, അതിനൊരു സൊല്യൂഷൻ ആവുന്നില്ല. ഇതിന് വളരെ സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്. ആ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ പോകുന്നത് BJPയിലോട്ടും RSSും അതിൻ്റെ നയങ്ങളിലോട്ടും തന്നെയാണ്. അതുകൊണ്ട് അതിന് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇല്ലായിരിക്കാം. പക്ഷേ ഇത് വിഷയസംബന്ധം മാത്രമായ ഒരു റിയാക്ഷണറി ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് അവിടെ സംസാരിക്കുമ്പോഴും ഇന്ന് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ആ പ്രൊട്ടസ്റ്റിൽ നമുക്ക് കാണാം, കയ്യിലിരിക്കുന്നത് അംബേദ്കറിൻ്റെ ഫോട്ടോ ആണ്. അംബേദ്കറിൻ്റെ ഫോട്ടോ JNUവിൽ, അതായത് ഇനാക്ട്മെൻറ്റ് ഓഫ് രോഹിത് വെമുല ആക്ട്, അതുപോലെ തന്നെ UGC ഇക്വിറ്റി റെഗുലേഷൻസിൻ്റെ മുകളിലുള്ള സ്റ്റേ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വളരെ വലിയ പ്രൊട്ടസ്റ്റിൽ വലിച്ചു കീറിയതാണ് അംബേദ്കറിൻ്റെ ഫോട്ടോ. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത്. നമ്മൾ സ്റ്റുഡൻസായിട്ട് ദൈനംദിനമായിട്ട് ഇടപെടുന്ന ആളുകളാണ്, സ്റ്റുഡൻറ്റ് ആക്ടിവിസ്റ്റുകളാണ് നമ്മൾ. അങ്ങനെ അതായത് ഇതിൽ BJP അത് ഒരു മൈനോറിറ്റി, ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി സംഘടനയിൽ നിന്ന് കണ്ടു, അതായത് ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അവർ തമ്മിൽ തീർക്കട്ടെ. അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇതിന് പിറകിലായിട്ട് നടന്നിട്ടുള്ള മാസങ്ങളായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ, അത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ, അതിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അതായത് ഇന്ന് JNUവിൽ ആക്ടിവിസ്റ്റുകളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണയാണ് അടുത്ത പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നത്. അത് കൊണ്ടുവന്നത്
ഈ ഒരു അതായത് യൂണിയൻ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു JNU VCയുടെ ഒരു പ്രവർത്തനം, ഇതൊക്കെ വളരെ സിസ്റ്റമിക്കായിട്ട് വന്ന കുറേ പ്രശ്നങ്ങളാണ്. ഇതിലും സ്റ്റുഡൻസ് ഇടപെട്ടിരുന്നു, സ്റ്റുഡൻസ് ഇറങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ വരുന്ന ഈ അതായത് JEE അതുപോലെ പല എൻട്രൻസുകളുടെയും പേപ്പർ ലീക്ക്, അതുപോലെ തന്നെ ഡിജിറ്റൈസേഷൻ ഓഫ് പേപ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ഓഫ് കോമ്പറ്റിറ്റീവ് എക്സാംസ്. CUET തന്നെ ആയിക്കോട്ടെ. CUET എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ജനറൽ കാറ്റഗറിയിൽ 3000 രൂപ അടുപ്പിച്ച് പൈസ കൊടുത്താൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് CUET. അപ്പോൾ ഇതിനെ ക്ലാസ്സായിട്ടും കാസ്റ്റായിട്ടും അങ്ങനെ പല ലെവലുകളിൽ വിദ്യാഭ്യാസത്തിനെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വന്ന ഒരു പൊട്ടിത്തെറി. അത് സറ്റയർ എന്ന് പറഞ്ഞല്ലോ. അതായത് പണ്ട് ഫ്രാൻസ് കാഫ്ക ഫോർ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വിയറ്റ്നാം ഇതിൻ്റെ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സറ്റയർ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പം സറ്റയർ എന്നും പൊളിറ്റിക്കലാണ്. അതുകൊണ്ട് ഇതിനെ ഡീപ്ലി പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെ മനസ്സിലാക്കുകയും അതിന് ഉള്ള സപ്പോർട്ട് കൊടുക്കുകയും കൂടെയാണ് ഐസ എന്ന ഒരു ഓർഗനൈസേഷൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇത് ഒരു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയുടെ റെസിഗ്നേഷനിൽ തീരുന്ന കാര്യവും അല്ല. ശരി അഖില. ഡോക്ടർ നിമീഷ്, ഇവിടെ അഖില പറഞ്ഞതുപോലുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയം അഭിജിത് ദീപ്കെ പോലും മനസ്സിലാക്കുന്നുണ്ടാവുമോ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ടാവുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഐസ ഉൾപ്പെടെ AIF NSU ഒക്കെ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ രോഷമുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ, യുവജന സമൂഹത്തിനിടയിൽ, അതിനപ്പുറമുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പ്രതിപക്ഷം കൂടി ഷെയർ ചെയ്യുന്ന വിഷയങ്ങളാണ്. എന്നിരിക്കെ ഈ ജനരോഷത്തെ ബൈപ്പാസ് ചെയ്യാൻ ഈ സമരം വഴിവെക്കുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ ഇതൊരു കാരണമായി മാറുമെന്ന്. കാരണം ഈ ശരിയാണ്, എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലെല്ലാം ഒരു ഒരു ഇതുണ്ട്, ഡിസ്ട്രസ്റ്റും കറണ്ട് സിസ്റ്റത്തിന് അവർക്കുള്ള പ്രശ്നങ്ങളും പോരായ്മകളെ കുറിച്ചുള്ള അവർ ഇത്ര നാൾ നടത്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം അവരുടെ മുന്നിലുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു പുതിയൊരു ഫോറം മുന്നിൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾക്ക് അതൊരു പ്രശ്നമായി മാറുമെന്ന് എനിക്ക് ഒരു തോന്നുന്നില്ല. എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പൊ മുൻപ് സംസാരിച്ച സ്പീക്കർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഇതായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രൽ ഡെമോക്രസി അങ്ങനത്തെ ഒരു ഫോം ഷേപ്പിലോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ഇത് സട്ടയറും സോഷ്യൽ മീഡിയ മൂവ്മെന്റ്സിൽ കൂടെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് പേര്, അത് പ്രോബബ്ലി അലൈൻഡ് വിത്ത് BJP ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസായിട്ട് അലൈൻഡ് ആയിട്ടുള്ളവരായിരിക്കാം, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു അവസരമാണ് പൊളിറ്റിക്കൽ ഈവൻ ഒപ്പോസിഷൻ ലീഡേഴ്സിനെയും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. കാരണം യങ്സ്റ്റേഴ്സിനെ അവരുടെ കൂടെ കൂട്ടുകയാണ്. കാരണം ഇന്ന് തന്നെ പ്രൊട്ടസ്റ്റിൽ വന്ന 2-3 കുട്ടികളെ കണ്ടു, പ്ലസ് 12th സ്റ്റാൻഡേർഡ് എക്സാം കഴിഞ്ഞവരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് CJP ഇതൊന്നുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല, ഞങ്ങളുടെ 12th റിസൾട്ട് മോശമായി, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതിനെതിരെ ആര് സംസാരിക്കുന്നോ അവർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതാണ് അവർ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്. അവർ ഐഡിയോളജിക്കലി അവർക്ക് ഒരു പൊസിഷനൊക്കെ ക്ലാരിറ്റി ഒന്നും ഇപ്പൊ വന്നിട്ടില്ല. പക്ഷെ അവർ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ചലഞ്ച് ഫേസ് ചെയ്യുന്നു, അവർ അതിനെതിരെ പ്രതിഷേധിക്കാൻ അവർക്കൊരു ഫോറം കിട്ടി, അതിന് വരുന്നു. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കടമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇവിടെ ICയും അതുപോലെ തന്നെ AIYF ബാക്കിയുള്ള സ്റ്റുഡന്റ് യൂണിയൻസും എല്ലാവരും കാണിക്കുന്നതും അത് തന്നെയാണ് തോന്നുന്നു. ചിലപ്പോൾ ശരിയാണ്, ഈ പറഞ്ഞ പോലെ അതിലും ഒരു കരുതലുണ്ട്, ഒരു ആകാംക്ഷയുണ്ട്, എന്തായി തീരുമെന്ന് എല്ലാവർക്കും ഒരു പേടിയാണോ അതോ എന്താ നമുക്കറിയില്ല. കാരണം നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട്. പിന്നെ മുമ്പ് ഒരു സ്പീക്കർ പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്, ഇതിനകത്ത് കുറെ സസ്പീഷ്യസ് ആയിട്ടുള്ള കുറെ എലമെന്റ്സും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് അഭിജിത്ത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു, ഇതുവരെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പെർമിഷൻ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ ജന്തർ മന്ദറിൽ നിന്നൊരു മാർച്ചാണ് പ്ലാൻ ചെയ്തത്, അത് ക്യാൻസൽ ചെയ്തിട്ട് നേരെ തന്നെ എല്ലാവരോടും പോലീസ് സ്റ്റേഷനിന്റെ അവിടെ നിന്ന് മാർച്ചാണ് പ്ലാൻ ചെയ്തത്, എല്ലാവരോടും ജന്തർ മന്ദറിലോട്ട് വരാൻ പറയുന്നു. അപ്പൊ അങ്ങനെ ജന്തർ മന്ദറിൽ ചെന്നപ്പോൾ അവിടെ തന്നെ ഒരു പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ താല്പര്യമുള്ളവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയോ ഒരു ഓർഗനൈസ് സ്ട്രക്ചറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, എല്ലാവരുടെയും ആവശ്യം ഒന്നേ ഉള്ളൂ, അത് വിഷയത്തെ
പറ്റിയാണ്. ആ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ സംബന്ധിച്ചിടത്തോളം അവരവിടെ മേജറായിട്ട് ഉന്നയിക്കുന്ന കാര്യം, അത് നമുക്കറിയാം, ഈ സുപ്രീം കോടതി ഈ പറഞ്ഞ CJPക്ക് അറ്റൻഷൻ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീസെന്റ് ആയിട്ട് ഒരു സംഭവം നടന്നു. രാഘവ് ചഡ്ഡയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറയുന്നത് രാഘവ് ചഡ്ഡ പാർട്ടി മാറിയ ഉടനെ തന്നെ രാഘവ് ചഡ്ഡയുടെ 25 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒരു 3-4 ദിവസത്തിനുള്ളിൽ കുറഞ്ഞു പോയി. അപ്പൊ പിന്നീടാണ് ഉടനെ തന്നെ നീറ്റ് എക്സാം കഴിയുന്നു. നീറ്റ് എക്സാമിന്റെ റിസൾട്ട് May 12 അത് ക്യാൻസൽ ആക്കുന്നു. അതിനുശേഷം CBSE റിസൾട്ട്സ് വരുന്നു. CBSE റിസൾട്ട്സ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റുഡൻസ് ആ റിസൾട്ട്സിനെതിരെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. വേദാന്ത് എന്ന് പറഞ്ഞ ഒരു 12th സ്റ്റുഡന്റ് പറയുന്നു, എന്റെ ആൻസർ ഷീറ്റിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇത് എന്റെ ആൻസർ ഷീറ്റ് അല്ല, വേറെ ആരുടെയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നു. അതിന് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നു, നിങ്ങളെ ഈ പറഞ്ഞിരിക്കുന്ന സംഘപരിവാർ സംഘടനകളെ അനുകൂലിക്കുന്ന ദൂരദർശനിലെ ഒരു പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് റിപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ പാകിസ്ഥാനികളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 12ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഈ പറഞ്ഞ പാകിസ്ഥാനി എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ എല്ലാവരുടെ ഇടയിൽ ഒരു ഫ്രസ്ട്രേഷൻ തുടങ്ങാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 15-ാം തീയതി ചീഫ് ജസ്റ്റിസ് ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്, കോക്രോച്ചസ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ. May 16 ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആകുന്നു. പിന്നെ സഡൻ ആയിട്ട് ഒരു സ്പ്രെഡ് ആകുന്നതാണ് ഈ പറഞ്ഞ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതൊരു സോഷ്യൽ ഈ മുമ്പ് നടന്നിരിക്കുന്ന നേപ്പാൾ, ബംഗ്ലാദേശോ അല്ലെങ്കിൽ ഇന്തോനേഷ്യ, മൊറോക്കോ, ജെൻസിയുടെ വിപ്ലവങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പൊ നടന്നിട്ടുണ്ട്, പല തരത്തിലായിട്ട്. അതിൽ ഡിജിറ്റൽ ഫോമിൽ നടക്കുന്നത് ഒരു പക്ഷെ ഇതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നേപ്പാളിൽ നടന്ന ഒരു പക്ഷെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ ചിലടത്ത് ആനിമെ, ഒരു വൺ പീസ് എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ആനിമെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പൈറേറ്റ് ഫ്ലാഗ് വെച്ചിട്ട് പ്രൊട്ടസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയവരുണ്ട്. അപ്പൊ പലതരത്തിൽ ജെൻസി മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഈ പറഞ്ഞ ഒരു സംഘടിത കൂട്ടത്തിലല്ല അവരിൽ പലരും ഉള്ളത്. ഐസയോ, SFIയോ അല്ലെങ്കിൽ NSUAയോ, ABVPയോ ഇങ്ങനെ പറഞ്ഞ അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. പക്ഷെ അവർക്ക് പ്രതിഷേധമുണ്ട്. അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ചിലപ്പോൾ ധൈര്യത്തോടെ അവർ പുറത്തോട്ട് വരുന്നു. അതാണ് ഇന്ന് കണ്ടത്. പക്ഷെ അങ്ങനെ വരാൻ താല്പര്യമില്ലാത്തവർ അവിടെ പോയി എന്ത് സംഭവിക്കും, ചിലപ്പോൾ പോലീസിന്റെ അടി കൊള്ളൂ, എന്ത് കൊള്ളൂ, നമുക്കൊന്നും അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് അവര് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ കൂടെയും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കും. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടി ഷെയർ ചെയ്യുന്നു, ടെലിഗ്രാംസിൽ കൂടെ സംസാരിക്കുന്നു. അപ്പൊ അതെല്ലാമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. അതിനെ എല്ലാവരും സഹകരിക്കണം. ഇനി ഇവർ ഗ്രാജുവലി ഒരു ഐഡിയോളജി പ്രഖ്യാപിക്കുന്നു, അവരുടെ എന്ത് ഐഡിയോളജി എന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ചിട്ട് അവർ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തെ കാര്യമാണ്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒരു ചിന്ത അവർ ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഇന്ന് സംസാരത്തിൽ ഇന്നത്തെ അവരുടെ സ്റ്റേജിലുള്ള പ്രസന്റേഷൻസിലോ അല്ലെങ്കിൽ അവർ പങ്കുവച്ച ആശയങ്ങളിലോ അങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇതൊരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കൈകളിൽ പെട്ടുപോയി. ആ പെട്ടുപോയതിന്റെ ഭവിഷ്യത്ത് നമ്മുടെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ, അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൺസേൺ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ഇത് ബേസിക് ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചർ കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അങ്ങനത്തെ എക്സാംസിലൊക്കെ ഇങ്ങനത്തെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അത് 1-2 വട്ടമൊന്നുമല്ല, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. ആ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നത്. ഐസ് ആക്ടിവിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒതുങ്ങുന്ന കാര്യമായിരിക്കില്ലായിരിക്കാം. പക്ഷെ ആസ് ഓഫ് ടുഡേ ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ കൂടിയിരിക്കുന്നത്. നാളെ പുതിയ വിഷയമാണെങ്കിൽ അതിനനുസരിച്ച് ആളുകൾ അലൈൻ ചെയ്യും. ശ്രീ മുഹമ്മദ് ഷമാസ്, ഇവിടെ ഇത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഓരോ ജനവിഭാഗം എടുത്തു നോക്കിയാലും രാജ്യത്ത് അവരെല്ലാം നേരിടുന്ന സവിശേഷമായ പ്രശ്നങ്ങളുണ്ട്. പൊതുവെ ജനങ്ങളെ ബാധിക്കുന്ന സവിശേഷമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ അസംതൃപ്തരാണ്. ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭരണകൂട വിരുദ്ധത നിലനിൽക്കുന്നുണ്ട്. നോക്കുക, അവിടെ പോലും ഈ പ്രതിപക്ഷത്തിന്, വിശിഷ്യ കോൺഗ്രസ്സിന്, ഈ ജനങ്ങളെ തെരുവിലിറക്കാനോ മൊബൈലൈസ് ചെയ്യാനോ കഴിയുന്നില്ല. ഹരിയാനയിൽ വോട്ട് ചോരി നടന്നു എന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നു. ഹരിയാനയിൽ ഒരു പ്രൊട്ടസ്റ്റ് പോലും ഉണ്ടായില്ല. കോൺഗ്രസ്സുകാർ പോലും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ വീഴ്ച കൂടിയല്ലേ ഈ പ്രതിഭാസം ചൂണ്ടിക്കാട്ടുന്നത്?
അജിംസ്, ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഒരു കോൺഗ്രസ് പാർട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. രാജ്യത്ത് ഈ പറഞ്ഞ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യുന്നവരെല്ലാം ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹം തന്നെ ഈ രാജ്യത്തെ യുവതലമുറയോട് നിങ്ങൾ പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്യേണ്ടായി. നമുക്കറിയാം, പൊതുവെ നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ജെൻസി തലമുറയുടെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത് അവരുടെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ 5 മണിക്കൂർ നേരം സോഷ്യൽ മീഡിയ ചെലവഴിക്കാൻ പറഞ്ഞ ഒരുപക്ഷെ അവർക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ അതേസമയം ഒരു 5 മിനിറ്റ് നേരം പൊതുമധ്യത്തിൽ ഈ പറഞ്ഞ പോലെ പരസ്യമായി പ്രതിഷേധിക്കാൻ പറഞ്ഞാൽ അതിന് മുതിരാവാത്ത, അതിന് തയ്യാറാകാത്ത ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു തലമുറയിലാണ് ഇന്ന് നമ്മൾ ഈ സാഹചര്യങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് സംഘടനാപരമായ ഒരുപക്ഷെ കോൺഗ്രസിന് അതിൻ്റെ പരിമിതികളുണ്ട്, അതിൻ്റെ ക്ഷീണമുണ്ടായിട്ടുണ്ട്. ആ പരിമിതികളും പോരായ്മകളും തന്നെയാണ് പലപ്പോഴും പല സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ പരാജയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് വരാനുള്ള പോരാട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എല്ലാം നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഉൾപ്പെടെ വളരെ പിന്തുണയോടുകൂടിയുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതൊരു പൊതുവിഷയമാണ്. ഈ വിഷയത്തിൽ ഇന്നത്തെ പ്രക്ഷോഭത്തിൽ തന്നെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ പറഞ്ഞ രാജ്യത്ത് പെട്രോളും ഡീസലും ഗ്യാസും ഇല്ല, എന്നാൽ മോഡി മെലഡിയുമായിട്ട് വിദേശത്ത് പോവുകയാണെന്നുള്ള രീതിയിലേക്കുള്ള വളരെ ഗൗരവമുള്ള ചില മുദ്രാവാക്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇതിനിടയിൽ നിന്ന് പൊതുവിഷയങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം ഒരു പൊതു വിഷയത്തോടൊപ്പം വളരെ ഗൗരവമുള്ളൊരു നമ്മുടെ ഭാവിയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന, കറണ്ട് ഇഷ്യൂവിന് അപ്പുറത്തേക്ക് ഗുരുതരമായി നമ്മുടെ ഭാവിയെ വരും തലമുറയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി നിലകൊള്ളുന്നു. അത് നിരന്തരമായി ആവർത്തിക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് ഇത് കേന്ദ്രീകരിക്കാനോ അത് രാജിവെക്കണം എന്നൊരു അനിവാര്യതയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വാർത്ത വളരെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ടു. പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്ന് ഈ നീറ്റ് പരീക്ഷ ഇനി അങ്ങോട്ട് നടത്തുമ്പോൾ അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ, അത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യാതിരിക്കാൻ ഇപ്പോഴുള്ള തപാൽ സംവിധാനത്തിലുള്ള വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞ് പഴിചാരി അതിന് വ്യോമസേനയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരുതരം ഈ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള സിസ്റ്റത്തെയും അത് തകരാറിലാണ്, അത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലല്ല എന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ അറിയാതെങ്കിലും വിളിച്ചു പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു യുദ്ധസമാനമായ സാഹചര്യം. ആരോടാണ് ഇപ്പം വ്യോമസേനയും നാവികസേനയൊക്കെ ഉപയോഗിച്ചിട്ട് ആരോടാണ് ഇവർ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ഈ നാട്ടിലെ തലമുറയോട്, ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട്, അവരുടെ ഭാവി ജീവിതത്തെ സംബന്ധിച്ച് ആശങ്കയിൽ ഉള്ള രക്ഷിതാക്കളോട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഈ 23 ലക്ഷം വിദ്യാർത്ഥികൾ എന്ന് മാത്രമല്ല, ഇവരുടെ മൂല്യനിർണ്ണയത്തിന് സ്വീകരിച്ച് CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയത്തിന് സ്വീകരിച്ച രീതി, ഒരു പുതിയ രീതി അവലംബിച്ചിട്ട് അത് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ മന്ത്രി വന്ന് അതിനകത്ത് തെറ്റുപറ്റിപ്പോയി ഖേദം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പൊടിയുന്നിട്ടിട്ട് പോവുകയാണ്. അതാണോ ഈ രാജ്യത്തെ ഒരു മന്ത്രി സ്വീകരിക്കേണ്ട നിലപാട്? അതിന് ഉത്തരവാദിത്തം ആർക്കാണ്? ഇതിപ്പോൾ CBSE ഡയറക്ടറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സ്ഥലം മാറ്റിയതുകൊണ്ടോ അതിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊരു മേൽത്തട്ടിലെ ഉദ്യോഗസ്ഥ നടപടി കൊണ്ടോ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും രീതിയിൽ അതിന് കേന്ദ്ര സർക്കാരിനതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒഴിഞ്ഞു പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു പൊതുവായ ഒരുപാട് വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. അവിടെ ഈ പറഞ്ഞ 2024 നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നു. 2026 ഈ വർഷം വീണ്ടും ആവർത്തിക്കുമ്പോഴും സുപ്രീം കോടതി തന്നെ ചോദിക്കേണ്ടി വരികയാണ്, നിങ്ങൾ ഇതിൽ നിന്നും ഇനിയും പാഠം പഠിച്ചില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എല്ലാ മേഖലയിലും ഇതിപ്പോൾ പരീക്ഷകളാണല്ലോ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ വിദ്യാർത്ഥികളെ ആകെ പ്രതിസന്ധിയിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ പറഞ്ഞ നീറ്റായാലും CBSE ആണെങ്കിലും നെറ്റാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നടക്കുന്നത് പരീക്ഷകളല്ല, ഒരു പരീക്ഷണങ്ങളായി, ഈ പറഞ്ഞ പരീക്ഷണ വസ്തുക്കളായി ഈ രാജ്യത്തെ വിദ്യാർത്ഥി യുവതലമുറയെ ഈ രാജ്യം ഭരിക്കുന്ന സംവിധാനങ്ങൾ കാണുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവായി ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും നല്ല വിൽപ്പന ചരക്ക് എന്ന രീതിയിലേക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും അതിൻ്റെ മന്ത്രിമാരും കാണുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരാർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള കമ്പനി, ഇതിൻ്റെ മൂല്യനിർണ്ണയത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ ഉന്നത ബന്ധങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു. ഇത് വേലി തന്നെ വിളവ് തിന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മളൊക്കെ സാധാരണ ഇതൊക്കെ വളരെ സുതാര്യമായി നടപ്പിൽ വരുത്തേണ്ട, ഇതിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയോടും കൂടി അത് നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ട ഏജൻസി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള ഏജൻസികൾ ഉൾപ്പെടെ ഈ പ്രതിസ്ഥാനത്ത് വരുന്ന, യഥാർത്ഥത്തിൽ വേലി തന്നെ വിളവ് തിന്ന രീതിയിലേക്ക്, നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വ്യവസ്ഥിതി ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. അവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, മറ്റെല്ലാ ചിന്തകൾക്കും അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ തലമുറ ഒന്നാകെ ഒരുമിച്ച് പ്രതിഷേധിക്കാനും അതിനെതിരെ
പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കടന്നു വരുന്നുണ്ടെങ്കിൽ ആ നിലപാടുകളെ സ്വാഗതം ചെയ്യണം. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളെന്നോ അതിൽ ഞങ്ങളുടെ പോരായ്മയെന്നോ മറ്റേതെങ്കിലും യുവജന പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതാക്കളുടെ പോരായ്മ എന്നതിനപ്പുറത്തേക്ക് ആ പൊതു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതിന്റെ ഭാവിയിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. രാജ്യം വലിയ പ്രതിസന്ധി നേരിടുകയാണ്, വരും വർഷങ്ങളിൽ ഉൾപ്പെടെ അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഒരു തലമുറ എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ചാടിക്കയറി പ്രതികരിക്കുന്ന തലമുറയുണ്ട്. വളരെ സസൂക്ഷ്മമായി വീക്ഷിച്ച് ഇതിന്റെ എല്ലാ ഗതിവിധികളും നോക്കി മനസ്സിലാക്കി അതിന് ഉചിതമായ സമയത്ത് പ്രതികരിക്കുന്ന തലമുറയുണ്ട്. അതാണ് ഈ നേരത്തെ പറഞ്ഞ പുതിയ തലമുറയുടെ ഒരു സ്വഭാവ രീതി, അവരുടെ മാനസിക രീതി അതാണ്. ആ രീതി അനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കൂടുതൽ ശക്തമായ രീതിയിലേക്കുള്ള അത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. അത് ഏറ്റെടുക്കേണ്ട ഘട്ടത്തിൽ ഉചിതമായ രീതിയിൽ അതിന് പിന്തുണ നൽകേണ്ടത്, അവരോടൊപ്പം ചേരേണ്ട ഘട്ടത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അത് ഒരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ മുദ്രാവാക്യത്തിന്റെ കൂടെ ഫലമാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് വിദ്യാഭ്യാസ സമ്പ്രദായമാണെങ്കിൽ നമ്മുടെ സാമൂഹിക അവസ്ഥയാണെങ്കിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി വിദേശ രാജ്യങ്ങളെ ഉൾപ്പെടെ ആശ്രയിക്കേണ്ടി വരുന്നു. ആ വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ നേരത്തെ മറ്റ് രാജ്യങ്ങളിലൊക്കെ കണ്ടതുപോലെയുള്ള ജൻസി വിപ്ലവം പോലെ അല്ല നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിരുന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസമുണ്ട്, തൊഴിലില്ല എന്ന് കരുതി നമ്മുടെ നാട്ടിലെ ആളുകൾ ചെറുപ്പക്കാരെങ്കിലും ഒരു പണിക്കും ഒരു ഇതിനും പോകാതെ ഒതുങ്ങിയിരുന്ന് സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിക്കുന്ന ആളുകളല്ല. മറിച്ച് അവർ തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി വിദേശത്താണെങ്കിൽ വിദേശത്ത്, മറ്റേതെങ്കിലും മാർഗ്ഗ രീതിയിലാണെങ്കിൽ അങ്ങനെ അവരെല്ലാം എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇന്നിപ്പോൾ ഈ ജന്തർ മന്ദിറിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു പണിയും കൂലിയില്ലാത്ത ആളുകൾ വന്നിരുന്ന് സമരം വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിൽക്കുന്ന ആളുകളല്ല. അവർ വ്യത്യസ്ത തലത്തിൽ പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഉപജീവന മാർഗം തേടി മുന്നോട്ട് പോകുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകളാണ്. ഈ രാജ്യത്ത് സർക്കാർ അവർക്ക് ആവശ്യമായ തൊഴിലോ മതിയായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമോ നൽകുന്നില്ല എന്ന് വെച്ചിട്ട് അവർ കൈയും കെട്ടിയിരിക്കുകയല്ല ചെയ്യുന്നത്. അവരതിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗിച്ച് എവിടെയാണോ അത് ലഭ്യമാകുന്നത് അവിടേക്ക് അവർ പലായനം ചെയ്യപ്പെടുന്നു. അവിടെയും ഈ സർക്കാരും ഈ കേന്ദ്ര സർക്കാരും ഭരണകൂടവും എല്ലാം പരാജയപ്പെടുന്ന ദയനീയമായ സ്ഥിതി തന്നെയാണുള്ളത്. രാജ്യത്ത് തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല, മികച്ച വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കാൻ കഴിയുന്നില്ല, ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നും ഈ രാജ്യത്ത് യുവാക്കൾക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയാത്ത അതിദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്ന ഒരു അവസ്ഥ കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. സഹതാപത്തോടു കൂടി അല്ലാതെ, ആശങ്കയോടുകൂടി അല്ലാതെ ഈ സാഹചര്യത്തെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയില്ല. ജോബിൻ, ഇതിന് മറ്റൊരു മറുവശം കൂടിയുണ്ട്. നേരത്തെ ഷമാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ നിങ്ങൾക്കേ കഴിയൂ എന്ന് ജൻസിയോട് രാഹുൽ ഗാന്ധിയെ ആവശ്യപ്പെടുകയാണ്, അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ആ അഭ്യർത്ഥന ഒരു സംഘടനാ രൂപത്തിലൊന്നും തെരുവിൽ കാണണമെന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിന് കുറെ കൂടി ട്രാക്ഷൻ ഓൺലൈനൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ റീൽസിനാണ് കൂടുതൽ ട്രാക്ഷൻ ഉള്ളത്, കൂടുതൽ ലൈക്കും ഷെയറും കമൻസും ഒക്കെ അതിലാണ് കാണുക മറ്റേത് രാഷ്ട്രീയക്കാരെക്കാളും. അപ്പോൾ അത്തരമൊരു അഭ്യർത്ഥന ഈ പുതിയ തലമുറ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ അവരെ ചാനലൈസ് ചെയ്യാൻ, അവരെ മൊബൈലൈസ് ചെയ്യാൻ പ്രതിപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ അപര്യാപ്തരാണ്. അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്ന് കാണേണ്ടി വരുമോ? അതിനെ അങ്ങനെയല്ല നമ്മൾ നോക്കിക്കേണ്ടത്. നോക്കൂ, ഇന്നിപ്പോ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഉണ്ടായ പ്രതിഷേധം കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യത്തെ യുവതലമുറയോട്, യുവാക്കളോട്, വിദ്യാർത്ഥികളോട് ഈ സർക്കാർ, ഈ ഭരണകൂടം നടത്തിയ വഞ്ചനയുടെ ഒരു വലിയ പ്രതിഷേധത്തിന്റെ അണപൊട്ടിയൊഴുകിയ ഒരു ഭാവമാണ് ഇന്ന് നമ്മൾ അവിടെ കണ്ടത്. തീർച്ചയായും കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഈ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് AISFും പുരോഗമനമായ സംഘടനകളെല്ലാം തന്നെ, ജനാധിപത്യ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളെല്ലാം തന്നെ വിവിധങ്ങളായ സമരപാതയിൽ തന്നെയാണ്. ഇപ്പോൾ ജെൻസികളെ അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള നിലയിലേക്കൊന്നും പോകാറായിട്ടില്ല. തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ എന്നുള്ള നിലയിലേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി ജെൻസി അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായും AISFലും AIBFലും ഈ പറയുന്ന SFIയിലും DYFIയിലും ഒക്കെ ജെൻസികളാണ് സമരത്തിന്റെ ഭാഗമായി എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗമായി ജെൻസികൾ തന്നെയാണ് ഈ സമരത്തിന്റെ എല്ലാം സമരങ്ങളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകമായ രൂപവും ഭാവവുമാണ് എന്ന് ധരിക്കേണ്ടതില്ല.
പുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക് അവരുടേതായ പ്രതിഷേധങ്ങൾ, അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോമുകളെ അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്ന നിലയിലേക്ക് അതിനെ കണ്ടാൽ മതി. AISF-ഉം AIYF-ഉം എല്ലാം പിന്നെ ഇന്നത്തെ കാലത്ത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്ത് ആ സമരത്തിന്റെ ഭാഗമായി എല്ലാം നിൽക്കുന്ന, ഇപ്പോൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ CJP-യുടെ പ്ലാറ്റ്ഫോമിലും ഉയർന്നു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായി വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത്, തെരുവോരങ്ങളിലെല്ലാം AISF-ന്റെ നേതൃത്വത്തിൽ, SFIയുടെ നേതൃത്വത്തിൽ, NSU-വിന്റെ നേതൃത്വത്തിൽ, ISAയുടെ നേതൃത്വത്തിൽ എല്ലാം സംഘടിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ഗവൺമെന്റ് 2014 അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ എന്താണ് ഈ നാടിനകത്ത് യുവതയോട് പറഞ്ഞത്? പ്രതിവർഷം 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ നാടിനകത്തെ യുവാക്കളെ ആകമാനം പിന്നെ തൊഴിലുള്ളവരാക്കി മാറ്റും എന്നതാണ്. അത് പച്ചയായ അതിൻ്റെ ഒരു പിന്നെ ലംഘനം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടുത്തെ യുവജന സംഘടനകൾ ആകമാനം വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. AIVF അതിൻ്റെ മുൻനിരയിൽ പിന്നെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു കൊടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒതുങ്ങിക്കൂടാൻ പിന്നെ താല്പര്യമില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ഇപ്പോൾ നമ്മുടെ CJP-യുടെ പ്രവർത്തകൻ പറയുകയുണ്ടായി, +2-ന് പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതി അതിൻ്റെ വിക്ടിംസ് എന്ന് പറയാൻ കഴിയുന്ന 2 വിദ്യാർത്ഥികൾ. അപ്പോൾ അവർ ആ പ്രതിഷേധത്തിൽ വന്നു. CJP-യുടെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഈ പറയുന്ന നിലയിലേക്കൊന്നും വരാൻ താല്പര്യമുള്ളവരല്ല അവർ. എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ പിന്നെ ബന്ധം ഉള്ളവരുമല്ല. അവർക്ക് ഈ വിഷയാധിഷ്ഠിതമായി അവർക്ക് സമരം ചെയ്യണമെന്ന് താല്പര്യമുണ്ടായി. അവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി. സ്വാഭാവികമായി അങ്ങനെ വരുന്നവർ പിന്നെ ധാരാളം ഉണ്ടാകും. സ്വാഭാവികമായും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമരങ്ങളിലും അങ്ങനെ വരുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമെല്ലാം ഉണ്ട്. ഇപ്പോൾ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമരങ്ങളിലെല്ലാം പിന്നെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർ ആ സമരങ്ങളിൽ അണിനിരന്ന അനുഭവം ഞങ്ങളെയെല്ലാം സംബന്ധിച്ചുണ്ട്. വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ, ക്യാമ്പസുകൾക്കകത്തടക്കം ഉയർന്നു വരുന്ന വിദ്യാർത്ഥി വിരുദ്ധ പിന്നെ നിലപാടുകൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ പെടാത്ത വിദ്യാർത്ഥികൾ പോലും ആ സമരത്തിന്റെ ഭാഗമായി വരുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം വിഷയാധിഷ്ഠിതമായി ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഉണ്ടായതും ആ നിലയിലാണ്. നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്ന, അവർ നേരിടുന്ന ഒരു വലിയ ആശങ്കയുടെ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നു. ആ പ്ലാറ്റ്ഫോമിനകത്ത് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ആകമാനം അണിനിരക്കുന്നു എന്നതാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ സമരത്തിന് തൊട്ട് മുൻപ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തിന്റെ തെരുവോരങ്ങളിലെല്ലാം ഈ പറയുന്ന AISF-ന്റെ നേതൃത്വത്തിൽ നമ്മൾ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അവിടെയും ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആ സമരങ്ങളിലും പങ്കെടുത്തു. അപ്പോൾ ജെൻസിക്ക് AISF-നോ AIVF-നോ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെയോ പിന്നെ സംഘടനകളുടെ ആഭിമുഖ്യം അല്ലെങ്കിൽ അവർ ആ സമരങ്ങളിലേക്ക് ഞങ്ങളോടൊപ്പം വരുന്നില്ല എന്ന നിലയിലേക്ക് കാണേണ്ടതായിട്ടില്ല. അവർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ നിലയിലും ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനെ വിഷയാധിഷ്ഠിതമായി പിന്തുണയ്ക്കാനും അതിനോട് ഐക്യപ്പെടാനുമാണ് AISF ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയപരമായ നിലയിലേക്കല്ല, വിഷയാധിഷ്ഠിതമായി അതിൻ്റെ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടാണ്, ഇപ്പോൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഗുരുതരമായ സാഹചര്യങ്ങൾ രാജ്യത്തിനകത്ത് നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരക്ഷരം ജനങ്ങളോട്, വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ MHRD മന്ത്രി രാജിവെച്ച് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോകാനുള്ള ധാർമ്മികത ഈ ഗവൺമെന്റിന് ഉണ്ടാകണം നിർബന്ധമായി. ഇപ്പോൾ CJP പ്രതിഷേധം നമുക്കറിയാം, MHRD മന്ത്രിയുടെ രാജി ആണ് ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ ഘട്ടങ്ങളിലെല്ലാം
മുൻപും AISF-ഉം AIVF-ഉം എല്ലാം ആവശ്യപ്പെട്ടതും ഈ ആവശ്യം തന്നെയാണ്. ഈ പറയുന്ന MHRD മന്ത്രി രാജിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം CBSE-യുടെ ചെയർമാനെയും അതിൻ്റെ മാനേജ്മെന്റ് ഒരു രണ്ടുപേരെയും സ്ഥലം മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടി മാത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള റൂട്ട് ആ വേര് അറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് MHRD മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചല്ലാതെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പിന്തിരിഞ്ഞു പോകില്ല എന്ന് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഞങ്ങളും അതേ ആവശ്യത്തിന്റെ ഭാഗമായി കൂടിയാണ് നിൽക്കുന്നത്. ശരി, എന്തായാലും CJPയുടെ പ്രഥമ മുദ്രാവാക്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ആ മുദ്രാവാക്യമെങ്കിലും വിജയിക്കുമോ? മോദി അതിന് വഴങ്ങുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. നന്ദി അഖില, നിമിഷ് ജോസഫ്, മുഹമ്മദ് ഷമാസ്, ജോബിൻ ജേക്കബ് ഇത്രയും സംസാരിച്ചത്.